ആദ്യഘട്ടത്തിൽ 1% ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. ഇനി അത് ഉയരാനാണ് സാധ്യത. നല്ല ഉയരട്ടെ, കാരണം കുറേ ജോലി ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഈ പ്രക്രിയയുടെ ഭാഗമാവണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞങ്ങളും മാക്സിമം ആളുകൾ ഇതിനകത്ത് പോൾ ചെയ്താൽ അത്രയും ഗുണം ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ വോട്ടുകൾ മാക്സിമം പോൾ ചെയ്യിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. പരമാവധി ബൂത്തുകളിലേക്കാണ് അതെ, ഒന്ന് പോകണമെന്നാണ് വിചാരിക്കുന്നത്. സ്ഥാനാർത്ഥി ഓൾറെഡി തുടങ്ങി. അപ്പം ഞാനും പിന്നെ ശ്രീകണ്ഠനും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളും പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തും. കഴിഞ്ഞ ദിവസത്തെ പല ഒരു വിവാദങ്ങളുടെ നീണ്ട നരയായിരുന്നു ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. എവിടെയെങ്കിലും ഒരു ക്ഷീണം തോന്നിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ ബൂമറാങ് ആയില്ല. അതിൽ ഞാൻ നേരത്തെ എൻ്റെ പ്രതികരണത്തിൽ പറഞ്ഞു, ഇപ്പോൾ അവർക്ക് അനുവദിച്ച ചിഹ്നത്തെക്കാളും ബൂമറാങ് ആയിരുന്നു അവർക്ക് നല്ലതെന്ന്. കാരണം അതൊക്കെ അവരുടെ അടുക്കളയിൽ പാകം ചെയ്ത് വേവിച്ച് പുറത്തുവിടാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. അതെല്ലാം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആവുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അതൊന്നും ഇവിടുത്തെ വോട്ടിംഗ് ലൈറ്റ് ഞാൻ ശ്രദ്ധിക്കാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ആവശ്യങ്ങളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അല്ല, അത് പോളിങ്ങിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അവിടെ വോട്ട് ചെയ്യുന്നിടത്ത് ലൈറ്റ് കുറവുണ്ടെന്ന്, മെഷീൻ വെച്ചെടുത്ത് പ്രായമായ ആളുകൾക്കൊക്കെ കാണാൻ. അപ്പം പിന്നെ അതൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, NN കൃഷ്ണദാസ് C കൃഷ്ണകുമാറിന് കൈ കൊടുക്കാത്തൊരു കാര്യമാണ്. നേരത്തെ അത് ഉണ്ടായത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ല. അത് ഉണ്ടായപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടതല്ല. അപ്പോൾ ഇവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾക്ക് സംസ്കാരം പഠിപ്പിക്കൽ, ജനാധിപത്യബോധം പഠിപ്പിക്കൽ, അതോ ഓരോരുത്തർ അദ്ദേഹവും മുൻകൂട്ടി തീരുമാനിച്ചിട്ട് കൈ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാണോ? അതൊന്നും എനിക്ക് ആ നിമിഷത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അത് ഓരോരുത്തരുടെ ചോയ്സും കൂടിയാണല്ലോ. ഞാൻ അതിനെ വിമർശിക്കാനൊന്നുമില്ല. ഏതായാലും ഇനി ബൂത്തുകളിലേക്കാണ്. ഷാഫി പറമ്പിലും ഇവിടെ അല്പസമയം മുൻപാണ് ഈ 93-ാം ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ മടങ്ങും. ഇന്ന് കൂടുതലായി ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല ബൂത്തുകളും വിസിറ്റ് ചെയ്ത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം. വളരെ നല്ലൊരു പ്രതികരണമാണ് ഷാഫിയുടെ ഭാഗത്തുണ്ടായല്ലേ? കൈ കൊടുക്കാൻ